Oh, turkele. Ready. First time in my life. Tang and only biryani. Atti only one. Hello friends, F4P പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇളനീർ കൊണ്ട് ഒരു അടിപൊളി ഇളനീർ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Come on. Salah catch. ഇളനീർ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. മൺചട്ടിയിലാണ് നമ്മളൊന്ന് കറി ഉണ്ടാക്കണം. ചട്ടി നന്നായി ചൂടായിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വാങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ്, കാശ്മീരി ചില്ലി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് കറിയിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇടാം. തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മൺചട്ടി വെക്കുന്ന കറിൻ്റെ രുചി തന്നെയായിരിക്കും. ഇന്നത്തെ ക്ലൈമറ്റ് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മഴ വരാം, ഭയങ്കര വെയിലാവാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, വെയിലും മഴയും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മഴ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് തീർക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇടാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി, ഈ ചിക്കൻ ഗ്രേവിൻ്റെ വെറൈറ്റി വന്നിട്ട് വേറെ ഒന്നുമല്ല, ഇളനീർ തന്നെയാണ്. ഇളനീർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഇളനീർ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്. വെള്ളത്തിന് പകരം നമുക്ക് ഇളനീർ ഒഴിക്കാം. മല്ലി പുതിന നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അയ്യോ പൊളിയില്ലേ, മണന്ന സ്ഥലം. ചൂടുണ്ടല്ലേ ചട്ടി? ഇല്ലേ? ഓക്കെ, റെഡി. തിളക്കുന്ന തളണ്ട മൺചട്ടി പറഞ്ഞാൽ അതാണ് നമ്മുടെ മൺചട്ടി. മൺചട്ടിയിലെ കോഴിക്കറി. ഓ,
അപ്പോൾ നമുക്ക് മൈദ മാവ് ഒന്ന് കുഴയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ടൈം വെക്കാം കേട്ടോ. സെറ്റ്. ഇളനീർ ബിരിയാണി നമുക്ക് എങ്ങനെ ദമ്മിടുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഇതിലേക്ക് ചിക്കനോട് കൂടെ ഗ്രേവി ഇതിലേക്ക് ഇടാം. നമുക്ക് വേവിച്ചെടുത്ത ബസുമതി അരി നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്ത ലെയർ നമുക്ക് ഒന്നുകൂടെ ഇതിലേക്ക് ചിക്കൻ ഗ്രേവി ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ചോറ് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് പുതിന ഇല ഇടാം. നമുക്കത് നന്നായി ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മുടെ വറുത്ത ഉള്ളി, നമ്മുടെ പിന്നെ ബദാമ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ കൂടെ എടുത്ത് ഫില്ല് ചെയ്യുക. പിന്നെ വറുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ വരുമോ ആവോ. അപ്പോൾ നമ്മൾ ഈ ഇളനീര് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണം. അത് കഴുകിയെടുത്തൊരു വാഴയില നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ വാഴയില അകത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുഴച്ചെടുത്ത മൈദ മാവ് കൊണ്ട് നമ്മളിങ്ങനെ ഇതൊന്നിങ്ങനെ അടച്ചു കൊടുക്കുക. നമ്മൾ ഇളനീര് ടോപ്പ് ഇട്ടിട്ടുണ്ട് ഇളനീരിന്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഇളനീരും ക്ലോസ് ചെയ്ത് വെക്കാം അല്ലേ. ഇളനീർ ദം ബിരിയാണിക്കുള്ള ദം വെക്കാൻ നമുക്ക് ഇനി തീ കത്തിക്കാം. ഇനി നമുക്ക് കർപ്പൂരം കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വിറകൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ തീയൊക്കെ നന്നായി കത്തിയിട്ടുണ്ട്. നമുക്ക് ഇളനീർ ഇതിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, നല്ല ചൂടുണ്ട്. ഓ, അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് മെല്ലെ തിരിച്ചിടാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ഇളനീരും ഇങ്ങനെ തിരിച്ച് വെക്കാം. നമ്മുടെ ഇളനീർ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് എടുക്കാം. നല്ല ചൂടുണ്ട്. ഓ, നല്ല ചൂടുണ്ട്. ചൂട്. അപ്പോൾ നമ്മുടെ ഇളനീർ ബിരിയാണി ഏകദേശം സെറ്റായിരുന്നു. നമുക്കിനി ഇത് കട്ട് ചെയ്തും കൂടെ നോക്കിയാൽ എന്താണെന്ന് അവസ്ഥ നമുക്കറിയാം. കട്ട് ചെയ്തേ, ഒറ്റ കട്ട് ചെയ്ത് തന്നെ ഹാഫ് കഴിക്കണം. ബാധി
ഓ തുറക്കല്ലേ റെഡി. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് അല്ലേ തേങ്ങനുള്ളിൽ ബിരിയാണി അടിപൊളി മോനെ ലെവലില്ലേ. നമുക്കിനി അപ്പോൾ എല്ലാം ഒന്ന് പൊട്ടിച്ചേക്കാം. പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം. അയ്യോ നൈസ് വെട്ടല്. അയ്യോ സെറ്റില്ലേ സെറ്റ്. അടുത്തിട്ട് നമ്മുടെ ഇളനീർ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇളനീരൊക്കെ കണ്ട് ഫ്രണ്ടിൽ ഇതാ കറക്റ്റ് ഇളനീർ വന്ന് അടിപൊളിയായി. ടേസ്റ്റ് ചെയ്യല്ലേ സ്ഥല? ടേസ്റ്റ് ചെയ്യാനേ ടേസ്റ്റ് ചെയ്യല്ലേ. ഇളനീർ എടുത്തിട്ട് ഇളനീരോട് എടുത്തോ. അടിപൊളി സൂപ്പർ സൂപ്പർ സാധനം ഉണ്ടാവും. അവനൊന്നും പറയാനുള്ള സെറ്റ്. അടിപൊളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആണിത്. ഈ ഇളനീരിൻ്റെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ടല്ലോ. ചോറും ആ ഗ്രേവിൻ്റെ ഇടയിൽ ഇളനീരിൻ്റെ ടേസ്റ്റ് സത്യമായിട്ട് അടിപൊളിയുണ്ട്. നൈസായിട്ട് സാധനം അല്ലേ. പൊളി പൊളി. ചോറ് ഇളനീരും ചിക്കനും. പൊളി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു അടിപൊളി ഫുഡുമായി അടുത്ത വീഡിയോയിൽ കാണാം.